ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റിസൾട്ട് വന്നു. 5 ഇയറിൻ്റെയും 3 ഇയറിൻ്റെയും ഫൈനൽ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. ഓക്കെ, നമ്മുടെ +1 അതുപോലെ ഡിഗ്രിക്കൊക്കെ അലോട്ട്മെൻറ്റ് കൊടുക്കുന്നത് ബേസിക്കലി അത് തന്നെയാണ്. ഓക്കെ, കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇനി നമ്മൾ ഓപ്ഷൻസ്, കോളേജ് ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. നമുക്ക് കോളേജ് ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് എൻട്രൻസ് കമ്മീഷണർ അലോട്ട്മെൻറ്റ് നടക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മോപ്പ് അലോട്ട്മെൻറ്റും സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ പീരീഡാണ്. കണ്ടിന്യൂസ് ആയി നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഏത് കോളേജിലാണോ പഠിക്കാൻ താല്പര്യം, അപ്പോൾ ആ കോളേജുകളിലൊക്കെ സ്പോട്ട് അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൃത്യമായിട്ട് അറിഞ്ഞ് കൃത്യമായിട്ട് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഒട്ടുമിക്ക ആൾക്കാർ എന്തായാലും ഗവൺമെൻറ് കോളേജ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ എവിടേക്കാണ് സ്പോട്ട് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അവരുടെ സൈറ്റൊക്കെ ഇടയ്ക്ക് നോക്കി അവരായിട്ട് കോൺടാക്ട് ചെയ്ത് കൃത്യമായിട്ട് സ്പോട്ട് നടക്കുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, അഡ്മിഷൻ നമ്മുടെ ആവശ്യമാണ്, സീറ്റ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഏതൊക്കെ കോളേജുകളുണ്ട്, അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്ര സീറ്റുകളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാനിതിൽ കൺവേ ചെയ്യാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജ് ഉണ്ട്. ഈ പ്രൈവറ്റ് കോളേജുകൾ ജില്ല തിരിച്ച് ഞാൻ പറഞ്ഞുതരാം, ഡിസ്ട്രിക്ട് തിരിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇനി കോഴ്സുകൾ, സാർ എന്ത് ഈ കോഴ്സുകൾ എല്ലാവരും LLB തന്നെ അല്ലേ ഗൈസ്? 5 ഇയറിൽ പലതരം കോമ്പിനേഷൻസ് ഉണ്ട്. 5 ഇയർ LLBക്ക് ഓക്കെ, 5 ഇയർ BB LLB ഉണ്ട്, 5 ഇയർ BA LLB ഉണ്ട്, 5 ഇയർ BCom LLB ഉണ്ട്. ഓക്കെ, അപ്പോൾ 5 ഇയറിന് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ, അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് കോഴ്സസ് എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ 3 ഇയറിന് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളേ ഇല്ല. 3 ഇയറിന് ഒറ്റ ഡിഗ്രി ഉള്ളൂ, 3 ഇയർ യൂണിറ്ററി LLB. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോളേജുകളിലും അതിൻ്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, പ്രൈവറ്റ് കോളേജിലെ കോഴ്സുകളും സീറ്റ് വിവരങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. ഏതൊക്കെ കോളേജുകളാണെന്ന് ജില്ല തിരിച്ച് ഞാൻ പറഞ്ഞുതരാം. കോഴ്സും സീറ്റ് വിവരങ്ങളും ഞാൻ വീഡിയോയിലൂടെ കൺവേ ചെയ്യുന്നില്ല. അതൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജുകളാണ്, അവിടെ ഏതൊക്കെ സീറ്റുകളാണ്, ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എത്ര സീറ്റുകളാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, ഗവൺമെൻറ് കോളേജുകളിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് 5 ഇയറിൻ്റെ ആണ്. 5 ഇയറിലെ കോളേജുകളാണ് മെയിനായിട്ട് പറയുന്നത്. 5 ഇയറിൽ 4 ഗവൺമെൻറ് കോളേജുകളും അതുപോലെ തന്നെ പിന്നെ 22ഓളം പ്രൈവറ്റ് കോളേജുകളാണ് 5 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്നത്. 4 ഗവൺമെൻറ് കോളേജിലെ ഫസ്റ്റ് ഗവൺമെൻറ് കോളേജ് എന്ന് പറയുന്നത് GLC ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്ത് BA LLB ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. BA LLBയിൽ 2 ബാച്ചുകളിലായി മൊത്തം 120 സീറ്റുകളാണുള്ളത്. ഓക്കെ, ഒരു ബാച്ച് എന്ന് പറയുന്നത് 60 സീറ്റുകളാണ്. 60 എന്നുള്ള ചിലപ്പോൾ ഒരു 64 പേരെയൊക്കെ റിക്രൂട്ട് ചെയ്യും. ഓക്കെ, 64 പേരെയൊക്കെ റിക്രൂട്ട് ചെയ്യും. അപ്പോൾ GLC ട്രിവാൻഡ്രം BA LLB 2 ബാച്ചുകളെ മൊത്തം 120 സീറ്റുണ്ട്. പിന്നെ രണ്ടാമത് വരുന്ന GLC എറണാകുളം. GLC എറണാകുളത്ത് BCom LLB ആണ്. ഓക്കെ, BCom LLB ആണ്, ഒരു ബാച്ചാണുള്ളത്, 60 സീറ്റുകളാണുള്ളത്. പിന്നെ മൂന്നാമത് കിടക്കുന്നത് GLC തൃശ്ശൂരാണ്. GLC തൃശ്ശൂരിലെ BBA LLB ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. BBA LLB ആണ്, ഒരു ബാച്ച് 5 ഇയർ ബാച്ചാണ് ഉള്ളത്. 60 സീറ്റുകളാണ് ഉള്ളത്, ചിലപ്പോൾ 64 പേരൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. ഇനി നാലാമത് ഇരിക്കുന്ന ഗവൺമെൻറ് കോളേജ് എന്ന് പറയുന്നത് GLC കോഴിക്കോടാണ്. ഓക്കെ, ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോടാണ്. BBA LLB ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 2 ബാച്ചുകളിലായി 120 സീറ്റുകളുണ്ട്. ഓക്കെ, ഇതിൽ 4 ഗവൺമെൻറ് കോളേജിലെ GLC ട്രിവാൻഡ്രം വരുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ GLC എറണാകുളം വരുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. ബാക്കി 2 ലോ കോളേജ്, തൃശ്ശൂർ ലോ കോളേജും കോഴിക്കോട് ലോ കോളേജും വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം ഈ 4 ഗവൺമെൻറ് കോളേജുകളെ മൊത്തം 360 5 ഇയർ മെറിറ്റ് സീറ്റുകളാണുള്ളത്. ഓക്കെ, ഇനി 5 ഇയറിലേക്കുള്ള സീറ്റുകൾ എന്ത് ചെയ്യുന്നത്, എല്ലാം മെറിറ്റ് സീറ്റുകളാണ്. 5 ഇയറിലെ ഗവൺമെൻറ് സീറ്റുകളെല്ലാം മെറിറ്റ് സീറ്റുകളാണ്. ഓക്കെ, ഗവൺമെൻറ് കോളേജിൽ ഒരു തരത്തിലുള്ള മാനേജ്മെന്റ് കോട്ട അങ്ങനെയൊന്നുമില്ല. കംപ്ലീറ്റ്ലി പ്യുവർലി മെറിറ്റ് വെച്ച് മാത്രമാണ് ഗവൺമെൻറ് കോളേജിലേക്ക് 3 ഇയർ ആയിക്കോട്ടെ 5 ഇയർ ആയിക്കോട്ടെ സീറ്റ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് പ്രൈവറ്റ് കോളേജ് നോക്കാം. പ്രൈവറ്റ് കോളേജ് ഏതൊക്കെയാണെന്ന് ഞാൻ 5 ഇയറിൽ 22ഓളം പ്രൈവറ്റ് കോളേജ് വരും. പ്രൈവറ്റ് കോളേജിൽ ഏതൊക്കെയാണ് ഡിസ്ട്രിക്ട് തിരിച്ച് നമുക്ക് നോക്കാം. അതിൽ ഏതൊക്കെ കോഴ്സാണ്, എത്ര സീറ്റ് ഉണ്ടെന്നൊക്കെയുള്ള ടെലഗ്രാമിൽ ഞാൻ ചാനൽ അപ്ഡേറ്റ് ചെയ്തതിന് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇടുക്കി ജില്ലയിൽ 2 പ്രൈവറ്റ് കോളേജാണ്, 2 പ്രൈവറ്റ് ലോ കോളേജുകളാണുള്ളത്. അല്ലസർ തൊടുപുഴയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് കോളേജ് തൊടുപുഴയും. ഓക്കെ, ഇനി ഈ കോളേജുകളായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമുള്ള കാര്യം, ജസ്റ്റ് ഈ കോളേജ് ഒന്ന് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മതി, കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടുന്നത്. നമുക്ക് നേരിട്ട് അവരെ വിളിച്ച് എന്ത് ചെയ്യുന്ന ഫീസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഓക്കെ, ഇടുക്കിയിൽ 2 കോളേജാണുള്ളത്, അല്ലസർ തൊടുപുഴയും അതുപോലെ കോപ്പറേറ്റീവ് കോളേജ് തൊടുപുഴയും. ഇനി എറണാകുളത്ത് 2 പ്രൈവറ്റ് കോളേജാണുള്ളത്. 5 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന 2 പ്രൈവറ്റ് കോളേജാണുള്ളത്. ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ്
ആലുവ, ബിസോൾസ് ആലുവ, പിന്നെ അത് എസ് എൻ ലോ കോളേജ് പൂത്തോട്ട. അപ്പോൾ എറണാകുളത്ത് 2 പ്രൈവറ്റ് കോളേജാണുള്ളത്. പിന്നെ ട്രിവാൻഡ്രത്ത് 3 പ്രൈവറ്റ് ലോ കോളേജുകൾ ഉണ്ട്. 5 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന 3 പ്രൈവറ്റ് ലോ കോളേജ് ഉണ്ട്. മാർ ഗ്രിഗോറിയസ് ലോ കോളേജും അതുപോലെ തന്നെ കേരള ലോ അക്കാഡമിയും പിന്നെ അതുപോലെ CSI കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ്. അപ്പോൾ 3 പ്രൈവറ്റ് ലോ കോളേജ്, 5 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന 3 പ്രൈവറ്റ് ലോ കോളേജ് ട്രിവാൻഡ്രത്തുണ്ട്. പിന്നെ പാലക്കാട് 5 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന 3 പ്രൈവറ്റ് കോളേജാണ് ഉള്ളത്. നെഹ്റു ലോ കോളേജ്, ലക്കിടിയിലെ നെഹ്റു ലോ കോളേജ്, അതുപോലെ VR എഴുത്തച്ഛൻ ലോ കോളേജ് എലവഞ്ചേരിയിലെ VR എഴുത്തച്ഛൻ ലോ കോളേജ്, പിന്നെ ഷൊർണൂരിലെ അൽ അമീൻ ലോ കോളേജ് ഷൊർണൂർ. അപ്പോൾ പാലക്കാട് 3 പ്രൈവറ്റ് ലോ കോളേജാണ്. ഇനി തൃശ്ശൂർ 1 പ്രൈവറ്റ് ലോ കോളേജാണ്. 5 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന 1 പ്രൈവറ്റ് ലോ കോളേജാണ് ഉള്ളത്. അത് എയിം ലോ കോളേജ് പൊയ്യ, ഇരിഞ്ഞാലക്കുട ഭാഗമാണ് പൊയ്യ, എയിം ലോ കോളേജ് പൊയ്യ. പിന്നെ അതുപോലെ തന്നെ മലപ്പുറത്ത് 5 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്ന 2 പ്രൈവറ്റ് കോളേജാണ് ഉള്ളത്. MCT മേൽമുറിയിലുള്ള MCT ലോ കോളേജും അതുപോലെ തന്നെ കുറ്റിപ്പുറത്തുള്ള KMCT ലോ കോളേജും. ഓക്കെ, കുറ്റിപ്പുറത്തുള്ള KMCT. അപ്പോൾ മലപ്പുറത്ത് 2 പ്രൈവറ്റ് കോളേജാണ്, MCTയും അതുപോലെ തന്നെ KMCTയും. ഓക്കെ, പിന്നെ കോഴിക്കോട് 5 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന 2 പ്രൈവറ്റ് ലോ കോളേജാണ് ഉള്ളത്. മർക്കസ് ലോ കോളേജും അതുപോലെ തന്നെ ഭവൻസ് ലോ കോളേജും. ഓക്കെ, മർക്കസ് ലോ കോളേജും ഭവൻസ് ലോ കോളേജും. ഇനി കൊല്ലത്ത് 5 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന 2 പ്രൈവറ്റ് കോളേജാണ് ഉള്ളത്. ഒന്ന് SN ലോ കോളേജും മറ്റൊന്ന് NSS ലോ കോളേജും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പത്തനംതിട്ടയിൽ 5 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജാണുള്ളത്. അത് മൗണ്ട് സിയോൺ ലോ കോളേജാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കോളേജുകളാണ് 5 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്നത്. 5 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്ന ഏകദേശം 22ഓളം പ്രൈവറ്റ് ലോ കോളേജസ് ഉണ്ട് കേരളത്തിൽ. ഓക്കെ, അപ്പോൾ 5 ഇയറിൽ 22ഓളം പ്രൈവറ്റ് ലോ കോളേജസ് ഉണ്ട്. പക്ഷേ 3 ഇയറിൽ അത്രയും ലോ കോളേജുകൾ ഇല്ല. 3 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന ഏകദേശം 11ഓളം പ്രൈവറ്റ് ലോ കോളേജസ് ഉള്ളൂ. ഓക്കെ, 4 ഗവൺമെന്റ് കോളേജും 3 ഇയർ അതുപോലെ തന്നെ 11 പ്രൈവറ്റ് ലോ കോളേജസ് ആണുള്ളത്. അപ്പോൾ 3 ഇയറിൽ നമുക്ക് ഏതൊക്കെയാണ് ആ ഉള്ള പ്രൈവറ്റ് ലോ കോളേജസ് നമുക്ക് നോക്കാം. അപ്പോൾ 3 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന ആദ്യം നമുക്ക് ഗവൺമെന്റ് കോളേജിനെ പറ്റി നോക്കാം. ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രം, GLC ട്രിവാൻഡ്രത്ത് 1 ബാച്ചാണ്, 60 സീറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്ത് 2 3 ഇയർ LLB ബാച്ച് ഉണ്ട്, മൊത്തം 120 സീറ്റ്. തൃശ്ശൂർ 2 3 ഇയർ LLB ബാച്ച് ഉണ്ട്, 120 സീറ്റ്. കോഴിക്കോട് 2 3 ഇയർ LLB ബാച്ച് ഉണ്ട്, 120 സീറ്റ്. അങ്ങനെ മൊത്തം 420 ഗവൺമെന്റ് മെറിറ്റ് സീറ്റുകളാണ് 3 ഇയർ LLBക്ക് കീഴിലുള്ളത്. ഇനി 3 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നമുക്ക് നോക്കാം. അതിലെ ഇടുക്കി ജില്ലയിലുള്ള ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് 3 ഇയർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, അല്ലസർ ലോ കോളേജ് തൊടുപുഴ. അതുപോലെ തന്നെ എറണാകുളത്ത് 3 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്ന 2 ലോ കോളേജ് ഉണ്ട്. ഓക്കെ, എറണാകുളത്ത് 3 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്ന 2 ലോ കോളേജ് ഉണ്ട്. ഒന്ന് ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ആലുവ, പിന്നെ ഒന്ന് SN ലോ കോളേജ് പൂത്തോട്ട. പിന്നെ കോട്ടയത്ത് 3 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജ് ഉണ്ട്, CSI കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ്. ഓക്കെ, CSI ഏറ്റുമാനൂരുള്ള CSI കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ്. പിന്നെ അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് 3 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ലോ കോളേജ് ഉണ്ട്, CSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസ്. അതുപോലെ തന്നെ മലപ്പുറത്ത് 3 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന 2 പ്രൈവറ്റ് കോളേജ് ഉണ്ട്. മലപ്പുറത്ത് 3 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന 2 പ്രൈവറ്റ് കോളേജ് ഉണ്ട്. ഒന്ന് MCT മേൽമുറിയും പിന്നെ ഒന്ന് KMCT ലോ കോളേജ് കുറ്റിപ്പുറത്തും. പിന്നെ അതുപോലെ പത്തനംതിട്ടയിൽ 3 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ട്, അത് മൗണ്ട് സിയോൺ ലോ കോളേജ് ആണ് കടമനിട്ടയിൽ. പിന്നെ അതുപോലെ തന്നെ പാലക്കാട് 3 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന 2 കോളേജുണ്ട്. ഓക്കെ, 3 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്ന 2 ലോ കോളേജ് ആണ് പാലക്കാട് ഉള്ളത്. ഒന്ന് നെഹ്റു ലോ അക്കാദമി ഓഫ് ലോയും പിന്നെ ഒന്ന് അൽ അമീൻ ഷൊർണൂരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് 3 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ലോ കോളേജ് ആണുള്ളത്, മർക്കസ് ലോ കോളേജ് കരന്തൂരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോളേജുകളുടെ ഡീറ്റെയിൽസ്. ഓക്കെ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 5 ഇയർ LLBക്ക് എന്ത് ചെയ്യുക, കോളേജുകളുടെ എണ്ണം കൂടുതലാണ്. 5 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്ന ലോ കോളേജുകൾ കൂടുതലാണ്. കാരണം എല്ലാ ലോ കോളേജിനും 5 ഇയർ LLB എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ 4 ഗവൺമെന്റ് കോളേജും 22 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജും 5 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്നത്. 3 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്ന എത്ര കോളേജുകളുണ്ട്? 4 ഗവൺമെന്റ് കോളേജും 11 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കോളേജുകളായിട്ട് കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. അവരെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീസും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. പിന്നെ ഒരുപാട് പേര് ഫീസ് എത്രയാവും എന്നൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഫീസ് ഏറ്റവും നല്ലത് നിങ്ങൾ അവരെ വിളിച്ച് നേരിട്ട് ചോദിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം കഴിഞ്ഞ വർഷത്തെ ഫീസ് അല്ല ഈ കൊല്ലം, ഓരോ വർഷം കൂടുന്ന ഫീസിൽ മാറ്റങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ നേരിട്ട് വിളിച്ച് അവരെ ഫീസ് അന്വേഷിക്കുന്നതാവും കുറച്ചുകൂടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്. ജസ്റ്റ് കോഴ്സുകൾ ഏതാ, കോളേജുകൾ ഏതാ, കോളേജുകളുടെ ജില്ല തിരിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ
നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യുക. ഇനി മാർക്ക് കുറവാണ്, എന്തായാലും പഠിക്കണം ഈ കൊല്ലം, അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് കോളേജ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഏതെന്ന് ഏറ്റവും നല്ല പ്രൈവറ്റ് കോളേജ് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രിഫറബിൾ ആണെന്ന് തോന്നുന്ന പ്രൈവറ്റ് കോളേജ് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കണ്ടന്റ് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഇൻസ്റ്റാഗ്രാം ചാനൽ വഴി, നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി, നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി ഒക്കെ നമ്മളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം, ഫോളോ ചെയ്ത് വെച്ചേക്കണം. ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു.